പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി. 2.5 കിലോയ്ക്കടുത്ത് കഞ്ചാവ് കണ്ടെടുത്തു. ഒരിക്കലും ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസിയും പോകുന്നില്ല. ഇന്നലെ രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്നും എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായി നിന്നാണ് നഹാസ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയത്. 40 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തിരുവനന്തപുരത്ത് പിടിയിലായ സിവിക്കര മണ്ഡലം സെക്രട്ടറി ഷൈജു ആണ് എക്സൈസിന്റെ വലയിലായത്. പുതുവത്സര പാർട്ടിക്കായാണ് തലസ്ഥാനത്തേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് ഷൈജു എക്സൈസിനോട് സമ്മതിച്ചു. ഗോവ രജിസ്ട്രേഷൻ കാറിലാണ് ആന്ധ്രയിൽ നിന്നും ഷൈജു കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. പൊതുപ്രവർത്തകനായി നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഷൈജുവിന് ലഹരി സംഘവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അടുത്തിടെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സെക്രട്ടറിയായി ജയിച്ച ഷൈജു പുതുവത്സരത്തിന് കുറച്ചധികം പണം സ്വന്തമാക്കാനാണ് ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കി നേരിട്ട് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ബാലരാമപുരത്ത് വെച്ചാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. വിൽപ്പന നടത്താൻ പദ്ധതി തയ്യാറാക്കിയവരെ കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ്. കഞ്ചാവ് കേസിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ 1 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി.